ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസി ഉൾപ്പെടെ 57 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ വിധിയെഴുതുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, തൃണമൂൽ നേതാവ് അഭിഷേക് ബാനർജി, RJD നേതാവ് മിസ ഭാരതി തുടങ്ങിയവരാണ് അവസാനഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. അധികാരത്തിലെത്തിയാൽ 9-ാം തീയതി കർത്തവ്യപഥത്തിൽ സത്യപ്രതിജ്ഞ നടത്തുന്ന കാര്യം NDAയിൽ ആലോചനയുണ്ട്. കിരൺ ബാബു ചേരുന്നു. കിരൺ, NDA അത്രമാത്രം ആത്മവിശ്വാസത്തിലാണോ വേദി പോലും നിശ്ചയിക്കുന്ന ഒരു സാഹചര്യം? എൽദോ, ഏപ്രിൽ ആദ്യവാരം ആരംഭിച്ച തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വോട്ടെടുപ്പിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അവസാന ഘട്ടത്തിൽ 57 മണ്ഡലങ്ങളിൽ ജൂൺ 1-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രധാനമായും പഞ്ചാബിലെ 13 മണ്ഡലങ്ങളിലും ഹിമാചൽ പ്രദേശിലെ 4 മണ്ഡലങ്ങളിലും പഞ്ചാബിലെയും ഹിമാചൽ പ്രദേശിലെയും മുഴുവൻ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്നത് ജൂൺ 1-നാണ്. അതോടൊപ്പം തന്നെ UPയിലെ അവസാന 13 മണ്ഡലങ്ങൾ, ബംഗാളിലെ 9 മണ്ഡലങ്ങൾ, ഒഡീഷയിലെ 6 മണ്ഡലങ്ങൾ, ജാർഖണ്ഡിലെ 3 മണ്ഡലങ്ങൾ, കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിലെ 1 മണ്ഡലം. ചണ്ഡീഗഡിൽ പഞ്ചാബിൽ തൊട്ടതിർത്തി പങ്കിടുന്ന പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലാണ് മത്സരിക്കുന്നതെങ്കിൽ ചണ്ഡീഗഡിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ചാണ്. മനീഷ് തിവാരിയാണ് അവിടെ കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും സ്ഥാനാർത്ഥി. യോജിച്ചുള്ള മത്സരത്തിലേക്കാണ് നിൽക്കുന്നത്. എന്തായാലും ജൂൺ 1-ന് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുമ്പോൾ വാരണാസിയും ആണ് ഏറ്റവും VVIP മണ്ഡലം എന്ന് പറയാവുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി ഇത്തവണ 5 ലക്ഷം കടത്താൻ വേണ്ടി, ഭൂരിപക്ഷം 5 ലക്ഷം കടത്താൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങളാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ വാരണാസിയിൽ നടക്കുന്നത്. അവിടെയും വോട്ടെടുപ്പ് ജൂൺ 1-നാണ്. ഈ സമയത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിൽ ഇരിക്കുന്നത്. ഇന്ന് അദ്ദേഹം വിവേകാനന്ദ പാറയിൽ എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ആ ധ്യാനത്തിലേക്ക് മാറും എന്നാണ് അറിയുന്നത്. അദ്ദേഹത്തിന് ക്ഷേത്ര ദർശനത്തിന് ശേഷം അവിടേക്ക് മാറും. എന്തായാലും രാജ്യം ഒരു ഇന്ത്യയെ അടുത്ത 5 വർഷത്തേക്ക് ഭരിക്കണമെന്ന് നിശ്ചയിക്കുന്ന വലിയൊരു തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയയിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം വലിയ ആത്മവിശ്വാസം ഇന്ത്യ മുന്നണി പ്രകടിപ്പിച്ചതെങ്കിൽ ഇന്നലെ അങ്ങനെയല്ല. അതിന് മറുപടി എന്നോണം തന്നെ NDAയും അങ്ങനെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നു. ജൂൺ 9-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ എന്നതിന് ഏകദേശം ധാരണയായിരിക്കുന്നു. അനൌദ്യോഗികമായ വിവരങ്ങൾ പുറത്തുവിടുന്നു. പ്രസാദ് ഭാരതിയുടെ CEO തന്നെ ഇക്കാര്യത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി എന്ന് ഔദ്യോഗികമായി തന്നെ പറയുന്നു. പക്ഷേ PMOയിൽ നിന്ന് ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ PMOയിൽ നിന്ന് പറഞ്ഞിട്ടില്ല. എന്തായാലും കർത്തവ്യ പഥിലാണ് ഇത്തവണ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നതെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കർത്തവ്യ പഥ് എന്ന് പറയുന്നത് നേരത്തെ രാജ്പഥാണ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡൊക്കെ നടക്കുന്ന റെയ്സിന കുന്നിൽ നിന്ന് ഇന്ത്യ ഗേറ്റ് വഴി നീടുന്ന ഇന്ത്യയിലെ 1-ാം നമ്പർ റോഡ്, അവിടെ വെച്ചാണ് ഇത്തവണ സത്യപ്രതിജ്ഞ നടക്കുന്നതെന്നും പ്രധാനമന്ത്രിയുടെ മാത്രം സത്യപ്രതിജ്ഞയായിരിക്കും ജൂൺ 9-ന് നടക്കുന്നതെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് ഇറ്റലിയിൽ നടക്കുന്ന G20 ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. G20 യോഗം 13, 14 തീയതികളിലാണ് ഇറ്റലിയിൽ നടക്കുന്നത്. G7 യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അത് 13, 14 തീയതികളിൽ ഇറ്റലിയിൽ വെച്ചാണ് നടക്കുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രി മടങ്ങി വന്ന ശേഷമായിരിക്കും പിന്നീട് മന്ത്രിസഭാംഗങ്ങളുടെ അടക്കം സത്യപ്രതിജ്ഞ എന്നതുകൂടി ഉള്ള വിവരങ്ങളും പുറത്തു വരുന്നു. എന്തായാലും ഇന്ത്യ മുന്നണി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതുപോലെ തന്നെ അതിനേക്കാൾ ഒരു പടി കൂടി കടന്നുള്ള ആത്മവിശ്വാസ പ്രകടനമാണ് NDAയും BJPയും നടത്തിയിരിക്കുന്നത്. അവസാനഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അടുത്ത സർക്കാർ രൂപീകരണത്തിനുള്ള എന്നാണ് സത്യപ്രതിജ്ഞ എന്നടക്കം പ്രഖ്യാപിക്കുന്നത്. ഇതുവഴി രാജ്യത്തിന് ഒരു സന്ദേശം നൽകാൻ കൂടി, രാഷ്ട്രീയ സന്ദേശം നൽകാൻ കൂടിയാണ് NDA പ്രധാനമായും ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ഭരണം വരുന്നത് NDA ഭരണം തന്നെയാണ്, മോദി തന്നെയാണ് പ്രധാനമന്ത്രി എന്നത് ആവർത്തിച്ച് ഉറപ്പിക്കുക, അത് തെരഞ്ഞെടുപ്പിലേക്ക് പ്രതിഫലിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇത്തരം ഒരു തീരുമാനങ്ങൾ പുറത്തുവിടുന്നത് വഴിയുണ്ട്. എന്തായാലും അത്തരം ഒരു നീക്കത്തിലാണ് ഇപ്പോൾ NDA നിൽക്കുന്നത്. മറിച്ച് ഇന്ത്യ മുന്നണിയും കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണിയുടെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിരുന്നു ജൂൺ 4 കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും തൊഴിൽ രഹിതരാവും എന്നതുകൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. അത്തരത്തിൽ അവരും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്കാണ് ഇന്ത്യ എന്ന മഹാരാജ്യം നീങ്ങുന്നത്. കിരൺ ബാബു ആണ് വിവരങ്ങൾ പങ്കുവച്ചത് ന്യൂസ് ഡെസ്കിൽ നിന്നും.